ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? ഞാനിന്നിവിടെ ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലോട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു ഡെസേർട്ടാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 1/2 കിലോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വാടിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഹൽവക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കണം. ഈ ക്യാരറ്റൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനൊന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ഡെസേർട്ട് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും സെപ്പറേറ്റ്, അതിന് മാത്രം വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ നോർമൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്ര കഴുകിയാലും അതിൻ്റെ ആ ഒരു മസാല, ആ ഒരു ടേസ്റ്റൊക്കെ വന്ന് നമ്മൾ ഈ ഡെസേർട്ടിന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് തന്നെ ഒരു പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ക്യാരറ്റ് ആ നെയ്യിൽ കിടന്നൊന്ന് റോസ്റ്റായി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി മിൽക്ക് മെയ്ഡും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് ഹൽവയൊക്കെ നല്ല മധുരമുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇതിൽ ടേസ്റ്റ്. പഞ്ചസാരേനേക്കാളും മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ പാലിൽ കിടന്ന് ക്യാരറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വേവണം കേട്ടോ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പാല് നന്നായി ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് ശരിക്കും ക്യാരറ്റ് ഹൽവയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മിൽക്ക് മെയ്ഡ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വറ്റി കുറുകി ഒന്ന് ഡ്രൈ ആയി വരണം. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും പിസ്തയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഹൽവ നന്നായി കുറുകി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. തണുത്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു സ്കൂപ്പ് ഐസ്ക്രീമിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് Thank ട്രൈ you. ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.